ഹലോ ഫ്രണ്ട്സ്, ദി അക്ബർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ക്യാമറയിൽ പതിഞ്ഞ കാട്ടുമൃഗങ്ങളുടെ കയ്യിൽ അകപ്പെട്ട ചില മനുഷ്യരെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വരൂ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ രണ്ട് സുഹൃത്തുക്കൾ ഒരു തടാക കരയിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ചൂണ്ടയിൽ വലിയ മീൻ ഒന്ന് കുടുങ്ങുന്നു. അദ്ദേഹം അതിനെ കരയിലേക്ക് വലിക്കുമ്പോൾ മീനിന് പിന്നാലെ വലിയൊരു മുതല വേഗത്തിൽ കരയെ ലക്ഷ്യമാക്കി വരുന്നു. അവർ രണ്ടുപേരും പേടിച്ച് നിലവിളിച്ചുകൊണ്ട് മീനിനെ വലിച്ചുകൊണ്ട് പോയെങ്കിലും മുതല പിന്തുടർന്ന് വന്ന് ആ മീനിനെ കടിച്ചെടുത്ത് തിന്നുന്നു. വന്യമൃഗങ്ങൾ അധികമായി സഞ്ചരിക്കുന്ന പ്രദേശത്ത് സൈക്കിൾ ഓടിക്കുന്നതിനായി ട്രാക്ക് ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ സൈക്കിളിൽ പോകുമ്പോൾ ഒരു കരടി ട്രാക്ക് ക്രോസ് ചെയ്യുന്നു. അത് അതിന്റെ വഴിക്ക് പോയതാണെങ്കിലും കരടിയെ കണ്ട ഉടനെ ഇയാൾ നിലവിളിച്ചതുകൊണ്ട് അത് ഇയാളുടെ നേരെ വരുന്നു. ഇയാളുടെ പുറകിൽ മറ്റൊരാൾ നിൽക്കുന്നത് കണ്ടതുകൊണ്ടാകാം കരടി കൂടുതൽ മുന്നോട്ട് വരാതെ ആ സ്ഥലത്ത് നിന്നും പോകുന്നു. സമതല പ്രദേശത്ത് റോഡിലൂടെ പോകുന്ന ഇവരെ ഈ ഒരു കാട്ടുപോത്ത് വേഗത്തിൽ ആക്രമിക്കാൻ വരുന്നു. എന്നാൽ അവസാന നിമിഷം അത് തന്റെ പ്ലാനിൽ നിന്ന് പിന്മാറുന്നു. വിറക് കടയ്ക്കുള്ളിൽ കയറിയ ഈ എരുമയെ പിടിക്കാൻ വലിയ മല്ലനെ പോലെ ഒരാൾ ഉള്ളിലേക്ക് വരുന്നു. പുറത്തു നിന്നവൻ ഇയാളെ തനിച്ചാക്കി ഷട്ടർ താഴ്ത്തുന്നു. അടച്ചിട്ട മുറിയിൽ ഒരാൾ തന്നെ പിടിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കി എരുമ നേരെ ചെന്ന് ഇയാളെ കുത്താൻ നോക്കുന്നു. എന്നാൽ എങ്ങനെയോ കുത്തേൽക്കാതെ ഇയാൾ വശത്തേക്ക് മറിഞ്ഞു വീണ് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങുന്നു. അവസാനം ഷട്ടർ തുറന്ന് ഇയാൾ പുറത്തേക്ക് ഓടുന്നു. എല്ലാവരും മുതലയെ തൊട്ട് ഫോട്ടോകൾക്ക് പോസ് കൊടുക്കുന്നത് കണ്ട് ഇദ്ദേഹവും മുൻനിരയിൽ പോയിരുന്ന് മുതലയുടെ മേൽ കൈവെക്കുന്നു. എന്നാൽ അടുത്ത സെക്കൻഡിൽ തന്നെ മുതല ഇയാളെ കടിക്കാൻ വരുന്നു. ഇവിടെ ഒരാൾ വലിയൊരു മുതലയുടെ വാലിൽ പിടിച്ച് അതിന്റെ പുറത്ത് തടവിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ മുതല ഇയാളുടെ ഭാഗത്തേക്ക് തിരിയുന്നു. ഇത് കണ്ട് പേടിച്ച ഇയാൾ 2 അടി പിന്നിലേക്ക് മറിഞ്ഞു വീഴുന്നു. ഒരു ചെറിയ കയാക്കിലിരുന്ന് ഇദ്ദേഹം മീൻ പിടിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ചൂണ്ടയിൽ ഒരു മീൻ കുടുങ്ങിയതും ഒരു കടൽ സിംഹം ആ മീനിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. 18 കിലോ തൂക്കമുള്ള ആ മീനിനെ ഏറെ നേരം പോരാടി കടൽ സിംഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചെടുക്കുന്നു. മലയോര മേഖലയിലൂടെ ബൈക്ക് റൈഡ് നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ വഴിയിൽ നിന്ന ഒരു വലിയ പശു തടഞ്ഞു നിർത്തി വേഗത്തിൽ വന്ന് അയാളുടെ ബൈക്കിനെ ഇടിക്കുന്നു. അത് മുട്ടുമ്പോൾ അദ്ദേഹം ബൈക്കിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് കേടുപാടുകൾ ബൈക്കിന് മാത്രമായി ഒതുങ്ങി. ഇവിടെ ഒരു സംഘം ആളുകൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാട്ടുപോത്ത് പെട്ടെന്ന് അവരുടെ ബോട്ടിനെ ആക്രമിക്കുന്നു. ഇത് വെള്ളത്തിനടിയിൽ കിടക്കുന്നത് അറിയാതെ ഇവർ അതിന് മുകളിലൂടെ ബോട്ട് ഓടിച്ചതിനുള്ള ദേഷ്യം കാരണം ആക്രമിക്കുന്നതായാണ് തോന്നുന്നത്. 1-2 തവണ ഇടിച്ചതിന് ശേഷം അവർ ബോട്ട് അവിടെ നിന്ന് മാറ്റുന്നുണ്ടെങ്കിലും ദേഷ്യം മാറാത്ത ആ പോത്ത് അവിടെ നിന്നിരുന്ന മറ്റൊരു ബോട്ടിനെയും പോയി ഇടിക്കുന്നുണ്ട്. ഇവിടെ ഒരു വാശിയുള്ള കാളയെ അതിന്റെ കൂടിനുള്ളിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കൂടിന് മുന്നിലുള്ള ഈ ഭാഗത്തെത്തിയതും അവിടെ നിന്നയാളെ അത് ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം അവിടെയുള്ള വിടവിലൂടെ രക്ഷപ്പെട്ടെങ്കിലും ആ കാള വളരെ ദേഷ്യത്തോടെ ആ ഭാഗത്ത് ഇടിക്കുന്നു. പിന്നീട് കൂടിന്റെ വാതിൽ തുറന്നപ്പോഴും അത് ആ വാതിലിനെയും പോയി ആക്രമിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രദേശത്ത് നിന്നും എടുത്ത ഈ വീഡിയോയിൽ ഒരു ആന ആളുകൾ നിറഞ്ഞ ഒരു നിരീക്ഷണ ഗോപുരത്തെ വേഗത്തിൽ വന്ന് ഇടിക്കുന്നു. ആ ആഘാതത്തിൽ ഗോപുരം ശക്തമായി കുലുങ്ങുന്നുണ്ട്. ഇത് തകർന്നു വീഴുമോ എന്ന പേടിയിൽ ചിലർ താഴേക്ക് ചാടുന്നത് നമുക്ക് കാണാം. ഭാഗ്യവശാൽ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല. മൃഗശാലയിൽ പോയ ഒരാൾ ഗൊറില്ലയോടൊപ്പം സെൽഫി വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഗൊറില്ല അയാളെ ആക്രമിക്കാൻ മുതിരുന്നു. തന്റെ സർവ്വശക്തിയും എടുത്ത് അത് അയാളുടെ നേരെ ചാടുമ്പോൾ നടുവിലുണ്ടായിരുന്ന ഗ്ലാസ് ഭിത്തിയാണ് അയാളെ രക്ഷിക്കുന്നത്. ആ ഗ്ലാസ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അയാളുടെ അവസ്ഥ വളരെ മോശമാകുമായിരുന്നു. മൃഗശാലയിൽ കുറച്ച് ഒട്ടകപക്ഷികൾ നിൽക്കുമ്പോൾ ഒരു ജീവനക്കാരൻ ആ പ്രദേശം വൃത്തിയാക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു ഒട്ടകപക്ഷി അയാൾ ആക്രമിക്കുന്നു. അദ്ദേഹം ഉടൻ തന്നെ അവിടെ നിന്നും മാറി രക്ഷപ്പെടുന്നു. കാട്ടുപ്രദേശത്ത് പോയ ചിലർ കരടിയെ കണ്ട് പേടിച്ചോടുകയാണ്. ആ കരടി അവരെ പിന്തുടരുന്നുണ്ട്. കൂട്ടത്തിൽ അവസാനം ഓടിയ ആൾ പേടി കാരണം കാലിടറി താഴെ വീഴുന്നു. ആ അവസരം മുതലെടുത്ത കരടി അയാളെ കടിക്കുന്നു. എന്നാൽ വീഡിയോ എടുക്കുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചതുകൊണ്ട് അയാളെ ഉപേക്ഷിച്ച് കരടി അവിടെ നിന്നും പോകുന്നു. 2022 ജപ്പാനിൽ നടന്ന ഈ ഒരു സംഭവത്തിൽ മല കയറിക്കൊണ്ടിരുന്ന ഒരാളെ ഒരു കരടി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഭാഗ്യം കൊണ്ട് അത് അയാൾ പിടിച്ചിരുന്ന പാറയ്ക്ക് താഴെയുള്ള ഭാഗത്തേക്ക് വീണു പോകുന്നു. ഇപ്പോൾ അയാൾ ഉയരത്തിലായതുകൊണ്ട് ആ സാഹചര്യം മുതലെടുത്ത് കരടി കടിക്കാത്ത രീതിയിൽ പ്രതിരോധിക്കാൻ അയാൾക്ക് സാധിച്ചു.
കുറച്ചു സെക്കൻഡുകൾ കൂടി ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും അത് നടക്കില്ലെന്ന് മനസ്സിലായതോടെ കരടി അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു. നിർമ്മാണ ജോലികൾ നടന്നുകൊണ്ടിരുന്ന ഈ വീടിനുള്ളിൽ രാത്രി സമയത്ത് ഒരു പുള്ളിപ്പുലി ഉറങ്ങാൻ വന്നിട്ടുണ്ട്. രാവിലെ ജോലിക്ക് വന്നവർ പുള്ളിപ്പുലിയെ കണ്ട് ഞെട്ടി വീഡിയോ എടുത്തിരിക്കുകയാണ്. ബൈക്കിൽ നിന്നും സാധനങ്ങൾ എടുക്കുന്ന ഇയാളെ ഈ വിഷപ്പാമ്പ് കടിക്കാൻ ശ്രമിക്കുന്നു. അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ലെങ്കിലും കടിയേൽക്കാതെ രക്ഷപ്പെടുന്നു. അടുത്ത കുറച്ചു സെക്കൻഡുകൾക്കുള്ളിൽ അദ്ദേഹം അതിനെ ചവിട്ടുകയും അത് വീണ്ടും അദ്ദേഹത്തെ കടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തവണ കൃത്യസമയത്ത് അത് കണ്ട് ഭയങ്കരമായ ഒരു നീക്കത്തിലൂടെ കടിയേൽക്കാതെ അദ്ദേഹം രക്ഷപ്പെടുന്നു. കാറിൽ പോയിക്കൊണ്ടിരുന്ന ഇവരെ തടഞ്ഞ ഈ ഒട്ടകം ഒരൊറ്റ കടിയിൽ കാറിന്റെ സൈഡ് മിറർ വേർപ്പെടുത്തിയെടുക്കുകയാണ്. വീണ്ടും ബോണറ്റ് കടിക്കാൻ ശ്രമിക്കുമ്പോൾ ഡ്രൈവർ കാർ റിവേഴ്സിൽ എടുക്കുന്നു. ഇവിടെ രണ്ട് സുഹൃത്തുക്കൾ ഭക്ഷണം കഴിക്കുന്ന ഈ നിമിഷം വീഡിയോ ആയി റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിച്ച ചില കടൽ കാക്കകൾ അവരുടെ ഭക്ഷണം മോഷ്ടിക്കുന്നതിനായി നേരെ വന്ന് ആ സ്ഥലത്തേക്ക് ചാടി മുഴുവൻ ഭക്ഷണവും കൊള്ളയടിക്കുന്നു. ചൈനയിലെ മൃഗശാലയിലെ ആനകളിൽ ഒരാന പെട്ടെന്ന് മറ്റൊരു ആനയെ ആക്രമിക്കാൻ തുടങ്ങുന്നു. മൂന്നാമതൊരു ആന ഇടയിൽ കയറി അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. വഴക്കം മൂലമുണ്ടായ പൊടിയും ആനകളുടെ അലർച്ചയും ആ മൃഗശാലയെ ഒരു ജുറാസിക് പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ്. തന്റെ നായകളെയും കൂട്ടി ശാന്തമായി നടക്കാൻ പോയ ഇയാളുടെ നായകളെ ഈ വലിയ മാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. താൻ അപകടത്തിലാണെന്ന് കരുതി ഭയന്നത് കൊണ്ടാണ് അതങ്ങനെ പെരുമാറിയത്. ഇവിടെ ഒരു കോഴി തന്റെ കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ അവിടെ വന്ന ഒരു പരുന്ത് കോഴിക്കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോകുന്നു. തള്ളക്കോഴി തടയാൻ ശ്രമിച്ചെങ്കിലും അതിനൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ആ വീട്ടിലെ നായയും വൈകി വന്നതുകൊണ്ട് അതിനും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ബ്രസീലിലെടുത്ത ഈ വീഡിയോയിൽ ഒരു കാള ഒരു കുടുംബത്തിന് നേരെ ഓടി വരുന്നു. അത് കണ്ട അവർ വീടിനുള്ളിലേക്ക് ഓടിക്കയറുന്നു. അവർക്ക് പകരം വന്ന കാള അവിടെ ഉണ്ടായിരുന്ന കാറിനെ ശക്തിയായി ഇടിച്ചു തെറിപ്പിക്കുന്നു. ഒരു സാധാരണ ആമയെ പൊക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാണെന്ന് കരുതി ഇയാൾ ഈ ആമയെ വളരെ നിസ്സാരമായി പൊക്കുന്നു. അദ്ദേഹം അതിനെ തന്റെ മുഖത്തിന് അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അത് അദ്ദേഹത്തെ ശക്തിയായി കടിക്കുന്നു. ഇന്ത്യയുടെ ഏതൊരു ഭാഗത്ത് നാട്ടിലേക്ക് ഇറങ്ങിയ ഈ കാട്ടാന റോഡ് മുറിച്ചു കടക്കുകയാണ്. എല്ലാവരും പേടിച്ച് മാറി നിൽക്കുമ്പോൾ ഒരു പട്ടി മാത്രം ആനയുടെ പിന്നാലെ വന്ന് കുരയ്ക്കുന്നു. കാട്ടുപ്രദേശത്ത് ടെന്റടിച്ച് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ ഇദ്ദേഹം വലിയ അതിശയകരമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. ആയിരക്കണക്കിന് കൊതുകുകൾ അദ്ദേഹത്തിന്റെ ടെന്റിന് ചുറ്റും വളഞ്ഞ് ഉള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കരയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ കാട്ടുപോത്ത് ബോട്ട് കണ്ടതും ബോട്ടിന് നേരെ നീന്തി വന്ന് ബോട്ടിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അത് വെള്ളത്തിലായതുകൊണ്ട് അതിന് വലിയ രീതിയിൽ ബോട്ടിനെ ആക്രമിച്ച് കേടുപാടുകൾ വരുത്താൻ സാധിച്ചില്ല. ഇവിടെ പിടിക്കപ്പെട്ട ഒരു കാട്ടുപോത്തിനെ കാട്ടിലേക്ക് തുറന്നുവിടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ കണ്ടെയ്നറിൽ നിന്ന് പുറത്തു വന്ന ആ കാട്ടുപോത്ത് അതിനെ തുറന്നുവിട്ട ആളെ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹം വണ്ടിക്ക് ചുറ്റും ഓടി എങ്ങനെയോ രക്ഷപ്പെടുന്നു. കാട്ടുപ്രദേശത്തേക്ക് പോയ പട്ടികളെ ഓടിച്ചു വന്ന ഈ ആന പട്ടികൾ ഒരു മരം കൊണ്ട് നിർമ്മിച്ച ചെറിയ പാലം കടന്നു പോയപ്പോൾ തനിക്ക് ആ പാലം കടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ നിൽക്കുന്നു. ഒരു സൂപ്പർ മാർക്കറ്റിനുള്ളിൽ കയറിയ ഈ ഉടുമ്പ് അവിടുത്തെ ആളുകളെ കണ്ട് ഭയന്ന് പുറത്തു പോകാൻ വഴി തിരഞ്ഞ് അവിടെയുള്ള ഷെൽഫുകൾക്ക് മുകളിൽ കയറി സാധനങ്ങളെല്ലാം നശിപ്പിക്കുന്നു. പുലി സംരക്ഷണ കേന്ദ്രം വഴി പോയിക്കൊണ്ടിരുന്ന ഈ സഫാരി സംഘത്തെ ഒരു പുലി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഭാഗ്യവശാൽ ആർക്കും ഒന്നും സംഭവിച്ചില്ല. ട്രക്കിന് മുകളിൽ നിന്നിരുന്ന ആളെ ഒരു വലിയ കരടി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഭാഗ്യവശാൽ അതിന് പിടികൊടുക്കാതെ അദ്ദേഹം അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്നു. കാടിനുള്ളിൽ ടെന്റടിച്ച് ഉറങ്ങി രാവിലെ എഴുന്നേറ്റ ഇവർ രണ്ട് സിംഹങ്ങൾ ടെന്റിന് മുകളിലുള്ള മഞ്ഞത്തുള്ളികൾ നക്കി കുടിക്കുന്നത് കാണുന്നു. ഉള്ളിൽ ആളുകളുള്ള കാര്യം സിംഹങ്ങൾ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ ഫുൾ മീൽസ് കഴിച്ച് സാവധാനം വെള്ളം കുടിക്കുമായിരുന്നു. ഇവിടെ രണ്ട് യാക്കുകൾ വളരെ ക്രൂരമായി പരസ്പരം കൊമ്പുകോർത്ത് പോരാടുകയാണ്. ഇതെല്ലാം വന്യമൃഗങ്ങളാണ് കേട്ടോ. രണ്ട് വന്യമൃഗങ്ങൾ ഇങ്ങനെ പോരടിക്കുമ്പോൾ ഇത്രയും അടുത്ത് നിന്ന് കാണുന്നതും വീഡിയോ എടുക്കുന്നതും അത്ര നല്ല ബുദ്ധിയല്ല. ഇവിടെ ഒരു കരടിയെ കാട്ടിലേക്ക് റിലീസ് ചെയ്യുകയാണ്. കൂട്ടിൽ നിന്ന് പുറത്തു വന്ന കരടി നേരെ ക്യാമറയുടെ അടുത്തേക്ക് വന്ന് ക്യാമറയെ ആക്രമിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങൾ ഇത്തരത്തിൽ വന്യമൃഗങ്ങളെ വളരെ അടുത്ത് കണ്ടിട്ടുണ്ടോ എന്ന് കമന്റ് ബോക്സിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദി അക്ബർ ടോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഫ്രം അക്ബർ.